ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ സുന്ദര ദിവസത്തിൽ പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ നമ്മെ ചിന്തിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ദൃഢതയുള്ളവരാക്കി തീർക്കുകയും ഒപ്പം ദൈവിക പ്രത്യാശ നമ്മളിൽ നിറച്ച് ശ്രേഷ്ഠമായ ധന്യമായൊരു ജീവിതം നയിപ്പാൻ ഇടയാക്കേണ്ടതിന് ഇന്നത്തെ ചിന്തകളും ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവർക്ക് വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് വചനം തരുന്ന ദൈവത്തിന് ആയിരം സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ലളിതസുന്ദരമായിരിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായി 101 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 101 വാക്യം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ ദൈവം എൻ്റെ അടുക്ക വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ഒരു തീരുമാനത്തിൻ്റെ സങ്കീർത്തനമാണ്. ഈ 2 വാക്യത്തിനകത്ത് 2 തീരുമാനങ്ങൾക്കിടയിൽ ഒരു ചോദ്യമാണ്. ആ ചോദ്യം വെറുമൊരു ചോദ്യമല്ല, ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷാഭരിതമായിരിക്കുന്ന ഒരാശ അകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ ഒരു വലിയ ഹൃദയവാഞ്ചയാണ് ആ ചോദ്യമായി പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ചോദ്യം? ദൈവത്തോടാണ് ചോദിക്കുന്നത്. ദൈവമേ, അങ്ങ് എപ്പോഴാണ് എൻ്റെ അടുക്കൽ വരുന്നത്? എത്ര നിർമ്മലവും സുന്ദരവുമായ ചോദ്യം. സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യനാണ് ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? സ്വർഗാതിസ്വർഗത്തിൽ അടങ്ങാത്ത തേജോ രൂപിയായ ശോഭാ പരിപൂർണനായിരിക്കുന്ന മഹാദൈവത്തോട് താൻ കിടക്കുന്ന ഈ മണ്ണിലെ തൻ്റെ ഭവനം, കൊട്ടാരമോ കുടിലോ എന്തുമാകട്ടെ, ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട്, രാജാവ് ദാവീദ് എന്ന ഭാഗം ഞാൻ മാറ്റിവെക്കുന്നു, ഒരു മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നല്ല, എപ്പോഴാണ് അങ്ങ് മധ്യാകാശത്തിൽ, പുതിയ നിയമത്തിൻ്റെ ചിന്തയിലാണെങ്കിൽ ഞങ്ങളെ ചേർക്കാൻ വരുന്നത് എന്നല്ല. അതിലുമൊക്കെ കുറേ കൂടി ആത്മബന്ധവും ഇഴയടുപ്പവുമുള്ള ചോദ്യമാണ്, അങ്ങെപ്പോഴാണ് എൻ്റെ അടുക്കൽ വരുന്നത്? അതാർക്ക് ചോദിക്കാൻ പറ്റും ദൈവമക്കളെ? ആരോടാണ് ചോദിക്കുന്നത്? 2 വർഷമായി വിദേശത്ത് പോയിരിക്കുന്ന ഒരപ്പനെ കാണാനുള്ള വാഞ്ചയോടെ അമ്മ പറഞ്ഞത് കേട്ട് ഫോൺ വിളിക്കുമ്പോൾ ഒരു 2.5 വയസ്സുകാരൻ എൻ്റെ അപ്പയോട് ചോദിക്കുന്നത് പോലെ, അപ്പ എപ്പോഴാണ് വരുന്നത് എൻ്റെ അടുക്കേ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു നിഷ്കളങ്ക ചോദ്യമല്ലേ അത്? അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കി. അപ്പം ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര അഭിവാഞ്ച. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ എപ്പോഴാണ് വരുന്നത്? എൻ്റെ അടുക്കലേക്ക് എപ്പോഴാണ് വരുന്നത്? ആ ഭക്തൻ്റെ ചോദ്യം. പ്രിയരെ, ദൈവത്തെ അടുക്കലൊന്ന് കിട്ടാൻ, ദൈവം അടുക്കലേക്കൊന്ന് വരാൻ, ദൈവത്തിൻ്റെ ചാരയൊന്നിരിക്കാൻ, ദൈവത്തെ ഒന്ന് അടുത്ത് കിട്ടാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആ വാക്യം വായിച്ചിട്ട് 1000 ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ഇന്ന് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ആഗ്രഹം. ദൈവത്തിൻ്റെ ഇരിക്കുന്ന നന്മയെല്ലാം ദൈവത്തെ കൊണ്ട്, ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന് അങ്ങനെ നമ്മളെ നിറച്ച് തൃപ്തരാക്കി ഇരുത്തണം. എപ്പോഴും എനിക്ക് സുഖം വേണം, എനിക്ക് കാശ് വേണം, എനിക്ക് കാര്യം നടക്കണം, എനിക്ക് ശുശ്രൂഷ വേണം എന്ന നിലവാരത്തിൽ വേണം എന്നൊരാഗ്രഹത്തിലല്ല. അതിലപ്പുറം എനിക്ക് അങ്ങയുടെ കൂടെ ഇച്ചിരി നേരം ഇരിക്കാൻ, എൻ്റെ അടുക്കലേക്ക് വരാൻ, അങ്ങയുടെ ചാരയൊന്ന് കുറേ നേരം ഇരിക്കാൻ, അങ്ങയൊന്ന് അടുക്ക കിട്ടാൻ എപ്പോഴാ എൻ്റെ അടുക്ക വരിക? ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ട എന്താണെന്നറിയാമോ? ഒറ്റ കാര്യമാണ് ഈ സങ്കീർത്തനത്തിനകത്ത് ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു ചോദ്യമായിട്ട്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഒന്ന് അടുത്ത് കിട്ടണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇങ്ങനൊരു ദൈവം ഉണ്ടെന്നൊരു വിശ്വാസം, ഒരു തോന്നൽ, അതിൻ്റെ പുറത്ത് ജീവിക്കുകയാണോ? അതെയോ ഈ ആയുസ്സിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങയൊന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് ചേർന്നിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എപ്പോഴാണ് എൻ്റെ അടുക്ക വരുന്നേ?
എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുക, ഉണ്ടാകട്ടെ ദൈവമക്കളെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. പ്രിയരെ, ഈ ഒരൊറ്റ ആഗ്രഹമാണ് ഈ സങ്കീർത്തനത്തിനകത്ത്. ഞാൻ താഴേക്കും മുകളിലേക്കും താഴേക്കും ഒക്കെ വായിച്ചു നോക്കിയിട്ട് കണ്ടോളൂ. ഈ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി ഈ സങ്കീർത്തനം രചിച്ച മനുഷ്യൻ 15 തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 1 മുതൽ നിങ്ങൾ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. 15 പെടാപടപ്പൻ തീരുമാനങ്ങൾ. ഒന്ന് വായിച്ചു നോക്കണം. 15 തീരുമാനങ്ങൾ. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, തീരുമാനം 1. ഞാൻ നിൻ്റെ കീർത്തനം പാടും, തീരുമാനം 2. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, തീരുമാനം 3. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും, തീരുമാനം 4. ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല, തീരുമാനം 5. ഞാൻ ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ വെറുക്കുന്നു, തീരുമാനം 6. ഇങ്ങനെ 15 എണ്ണാന്നേ. കൈ നനയാതെ മീൻ പിടിക്കുന്നവരെല്ലാവരുടെയും കൂടെയുണ്ട്. ഒരു തീരുമാനം എടുക്കുകയല്ല, ഒരു കാര്യത്തിലും നയപരമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയല്ല, ഞാൻ ഈ നിൽക്കുന്നിടത്തുനിന്ന് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന നയത്തിൽ ആത്മീകം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ, അല്ല ആത്മീക ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രിയരെ, ഈ ആത്മീക ജീവിതത്തിൽ തീരുമാനത്തിന് ഭയങ്കര സ്വാധീനമുണ്ട് കേട്ടോ. ആധ്യാത്മികമായി ആത്മീകതയ്ക്ക് വേണ്ടി ദൈവത്തെ ദാഹിച്ച് കൊതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ സാമീപ്യത്തിനും ദൈവികതയ്ക്കും വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന ആരാണോ അവരെ നോക്കി ദൈവം വെറുതെ ഇരിക്കത്തില്ല. ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടത്, തീരുമാനമെടുത്തത് നടപ്പിൽ വരുത്തിയവരെ ഓടിച്ചിട്ട് അനുഗ്രഹിച്ച്, പുറകെ നടന്ന് അനുഗ്രഹിച്ച്, അവർ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായ പല കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്ത ദൈവത്തെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അല്ല, 101 സങ്കീർത്തനത്തിലെ 15 തീരുമാനം ഇരുന്നെണ്ണിക്കോ, ഓരോന്നും ഡയറിയിലേക്ക് കുറിച്ച് വെച്ചോ. ഒറ്റ കാര്യത്തിന് വേണ്ടി 15 തീരുമാനം. എന്താണ് കാര്യം? ഒരു വീട് കിട്ടാനല്ല, ഒരു വഴി ഒരുങ്ങാനല്ല, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സാമീപ്യം. അങ്ങെപ്പോഴാണ് എൻ്റെ അടുക്ക വരുന്നേ? ആ അടുക്കൽ, എൻ്റെ അടുക്കലേക്കൊന്ന് ചേർന്ന് വരാൻ, എന്നെ ആ കൂടെ ഒന്ന് നിർത്താൻ, എന്നെ ഒന്ന് കൂടെ ഇരുത്താൻ, ആ നെഞ്ചോടൊന്ന് ചേർന്നിരിപ്പാൻ, എൻ്റെ അടുക്കലേക്കൊന്ന് വരാൻ. അവരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി 15 തീരുമാനങ്ങൾ. അപ്പാ, ഞാൻ നന്ദി പറയുന്നു ഈ വക സങ്കീർത്തനത്തിനും. ഈ വക ഭക്തന്മാരൊക്കെ ജീവിച്ചതിൻ്റെ പിന്തുടർച്ചക്കാരെ പോലെ ജീവിപ്പാൻ നമുക്കും ഈ സ്വർഗീയ വിളി കിട്ടിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കാമോ? ഈ വർഷാരംഭ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനം പോലും എടുക്കാതെ പ്രാർത്ഥന മാത്രം. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ പ്രാർത്ഥന മാത്രം പോരാ എന്നും കൂടി പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. തീരുമാനങ്ങൾ വേണം, തീരുമാനങ്ങൾ പ്രായോഗികമാക്കണം. നിന്നിടത്തുനിന്ന് ചലിക്കാതെ, ഒരു തീരുമാനമെടുക്കാതെ, കാല് മാറ്റി ചവിട്ടാതെ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ ദൃഢമായി നിശ്ചയിക്കാതെ ചില കാര്യങ്ങൾ നടക്കുകയില്ല. പക്ഷെ തീരുമാനങ്ങൾ എടുത്താൽ സർവശക്തൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അത് ഒരു നീണ്ട പ്രസംഗമാണ്, അതിവിടെ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 101 സങ്കീർത്തനം മാത്രം പറഞ്ഞ് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ഈ എഴുത്തുകാരൻ എഴുതിയതുപോലെ എഴുതി വയ്ക്കുക. ഒരു 10 കൂട്ടം തീരുമാനം എഴുതാമോ? ഞാൻ വെറുതെ രാവിലെ ഒരാശയം പ്രകടിപ്പിക്കുകയല്ല, നടത്തിപ്പിൽ വരുത്തേണ്ട ചില കാര്യങ്ങൾ പറയുക. ഈ 101 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് എഴുതണം എന്നല്ല പറഞ്ഞേ. ഒരു 10 തീരുമാനം, പുതിയതായ 10 തീരുമാനം. ഒരു പേപ്പർ എടുത്ത്, നിങ്ങൾക്ക് ആത്മീക കാര്യങ്ങൾ എഴുതുന്ന ഒരു ഡയറി ഉണ്ടെങ്കിൽ ആ ഡയറിക്കകത്ത് ഒരു 10 തീരുമാനം എഴുതാമോ? എഴുതാൻ നോക്ക്. 1, 2 എന്ന് എഴുതാൻ നോക്ക്. അവനവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഈ ഒരു മാസം, ദൈവമേ, നമ്മൾ കള്ളം പറയാറുള്ളവരല്ല, ഭോഷ്ക്ക് പറയില്ല, പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം പോലും ഇല്ലാത്തത്, അധികപ്പറ്റായത്, പൊങ്ങച്ചമായത്,
അറിവില്ലാത്തത്, മുഴുവൻ ബോധ്യമില്ലാത്തത് ഞാൻ പറയില്ല, എൻ്റെ നാവിലെടുക്കില്ല. ഒരു തീരുമാനമല്ലേ അത്? നടത്തിപ്പിൽ വരുത്തണം. ഒരാളുടെ പോലും കുറ്റം എന്നെങ്കിലും ആയിക്കോട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഉപദേശിക്കും ഞാൻ. പക്ഷെ തെറ്റിദ്ധരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും, ബോധ്യമാക്കും. പക്ഷെ അവിടെ ഇവിടെയും ഒരു സാധാരണക്കാരൻ്റെ മനസ്സോടെ കുറ്റം പറഞ്ഞ് നടന്ന് ഞാൻ എൻ്റെ കൃപ കളയില്ല. ഒരു തീരുമാനം എടുത്തൂടെ? ഒരു 10 തീരുമാനം എഴുതാമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ? വെറുതെ ഒരു തീരുമാനമല്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഒറ്റ കാര്യത്തിന് വേണ്ടി 15 തീരുമാനമാണ്. തീരുമാനമെടുത്ത് ദൈവസന്നിധിയെ സമർപ്പിക്കുക, അത് പ്രായോഗികമാക്കുക. കർത്താവ് നിൻ്റെ അടുക്കലേക്ക് വരും, നിൻ്റെ മുറിക്കകത്ത് വരും, വെളിപ്പെട്ട് വരും, സംസാരിക്കും, കയ്യിലെടുക്കും. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. നമുക്കത് അനുഭവിച്ചറിയാം. ആത്മീകം നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 101 സങ്കീർത്തനക്കാരനെയും അദ്ദേഹത്തിൻ്റെ ദൃഢമായ 15 തീരുമാനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ അത്യാകാംക്ഷയുള്ള ആഗ്രഹത്തെ ഞങ്ങൾ കണ്ടു കർത്താവേ. ഒരു തീരുമാനമില്ലാതെ, യാതൊരു പ്രതിബദ്ധതകളുമില്ലാതെ, ഒരു മതചടങ്ങിൻ്റെ ഭാഗമായി ഈ ഒരു ജീവിതം ബൈബിളും കയ്യിൽ പിടിച്ച് തീർക്കാൻ ഞങ്ങളെ ആരെ അനുവദിക്കല്ലേ. ഉജ്ജ്വല തീരുമാനത്തോടെ, അതിലുപരി ശ്രേഷ്ഠകരമായിരിക്കുന്ന ആഗ്രഹങ്ങളോടെ ആത്മീക വർധന വരുത്തി ആത്മാവിൽ ബലപ്പെട്ട് ദൈവോന്മുഖം തേടി ജീവിപ്പാൻ അനുവദിക്കണേ. ഇത് കേട്ട ചിലർക്ക് തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവൊന്ന് സഹായിക്കണേ. ദൈവം അത് ചെയ്യണം. ഈ സങ്കീർത്തനം ഒരു പ്രചോദനമാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.